വകമാറ്റി ചെലവഴിക്കലാണ് സർക്കാരിൻ്റെ സ്വതസിദ്ധമായ ശൈലി. എല്ലാ ഫണ്ടും കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതാണ്. അതായത് 814 കോടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള കേന്ദ്ര എന്താണ് പറയുക വിഹിതമായിട്ട് കിട്ടേണ്ട, അതായത് ഗ്രാൻറ്റ്. ആ ഗ്രാൻറ്റിൽ നിന്ന് ആദ്യത്തെ 3 ഗഡുവായിട്ടാണ് ആ ഗ്രാൻറ്റ് കിട്ടേണ്ടത്. അതിലെ ആദ്യത്തെ ഗഡു 212 കോടി വന്നു. ആ 212 കോടിയും ഇതുവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറിയിട്ടില്ല, വകമാറ്റി ചെലവഴിച്ചു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അതായത് കേന്ദ്രം ഏത് ഫണ്ട് എങ്ങനെ തന്നാലും അതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് തിരിച്ച് കേന്ദ്ര സർക്കാരിൽ എത്തണം. അതും CAG ഓഡിറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ്, അതായത് കൃത്യമായിട്ട് കൊടുത്ത ആവശ്യത്തിന് തന്നെ രംഗത്ത് തന്നെ ഇത് ചെലവഴിച്ചു, ഉൽപാദനകരമായ രീതിയിൽ അത് ചെലവഴിച്ചു എന്ന് ഉറപ്പുവരുത്താനാണ് ഇങ്ങനെ ഒരു പ്രോസസ്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഫണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കിട്ടിയതേയില്ല, അതുപടി വകമാറ്റി ചെലവഴിച്ചു. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗഡു കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ല. അതിന് കേന്ദ്രത്തെ പഠിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ 28 സംസ്ഥാനങ്ങളും തോന്നിയതുപോലെ കിട്ടുന്ന ഗ്രാൻ്റ് ആകട്ടെ, കിട്ടുന്ന റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻ്റ് ആകട്ടെ, അങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഏത് വിഹിതവും തോന്നിയതുപോലെ വകമാറ്റി ചെലവഴിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ത്യ വികസനത്തിലേക്ക് പോകുന്നതിന് പകരം കടക്കണിയിലേക്ക് 1990-91 കാലഘട്ടത്തിൽ കടക്കണിയിലേക്ക് പോയത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടല്ല. പക്ഷേ കടമെടുപ്പ് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒത്തിരി കടമെടുത്തത് കൊണ്ട്, അതായത് മത്സരിച്ച് കടമെടുത്തത് കൊണ്ടാണ് അന്ന് കടക്കണിയിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ടായത്. അതിനി ഉണ്ടാകരുത് എന്ന് വിചാരിച്ചാണ് കേന്ദ്ര ഗവൺമെൻറ് പല കർശന നടപടികളും, അതായത് CAGയുടെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ ഫണ്ട് നൽകൂ എന്നൊക്കെ വാശി പിടിക്കുന്നത്. അതേസമയത്ത് ബ്രാൻഡിങ് നടത്തിയാലേ തരൂ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വകതിരിവില്ലായ്മയുടെ ഉദാഹരണമാണ്. കാരണം നമ്മൾ എന്നെയും നിങ്ങളെയും പോലുള്ളവർ, നമ്മളെക്കാൾ ദരിദ്രർ ഒക്കെ കൊടുക്കുന്ന നികുതിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വരുമാനം. നികുതിയും നികുതിയേതര ചെലവുകളും നമ്മൾ വഹിക്കുന്ന ചെലവുകൾ, അവയാണ് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും വരുമാനം എന്ന് പറയുന്നത്. ആ വരുമാനമെടുത്ത് ഈ രാജ്യത്തിന് വേണ്ട വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെ മുഖവും സംസ്ഥാനത്തിൻ്റെ മുഖവും അവിടെ ബ്രാൻഡിങ് ആയിട്ട് കാണിക്കണം. ഇത് ഞങ്ങളുടെ പങ്കാണ്, ഇത് ഞങ്ങളുടെ പങ്കാണ് എന്ന് കാണിക്കണം എന്ന് പറയുന്നത് തന്നെ എന്തൊരു പരിഹാസ്യമായ ഒരു മനോഭാവമാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുള്ളത് എന്ന് അതൊക്കെ വോട്ട് ബാങ്കിലേക്കുള്ള കൈയിടലാണ്. അപ്പോൾ അതായത് ഞങ്ങൾ ഇത്രയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് തരിക, ഞങ്ങൾ ഇത്രയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് തരിക. ആ തരത്തിൽ മത്സരിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണ് കേന്ദ്രവും സംസ്ഥാനവും. അപ്പോൾ ഇവിടെ ഈ പറയപ്പെട്ട ഇങ്ങനെ ഈ പല തരത്തിൽ ഇങ്ങനെ ഫണ്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരാൾ മരിക്കേണ്ടി വന്നത്.